കൊന്നു. കുറ്റവാളികളായി നമ്മൾ. ഞാൻ അതിനെ രക്ഷിച്ചു. എല്ലാരും യൂട്യൂബിൽ അങ്ങനെയല്ലേ ഇതൊക്കെ. വിളവെടുപ്പിൽ നമുക്ക് കിട്ടിയ ഓറഞ്ചിലുകൾ. ഈ പ്ലാന്റ്സിനൊക്കെ നോക്കാൻ നല്ലോണം അറിയുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുവാണെങ്കിൽ അവർ ശപിക്കും നമ്മളെ. ഹലോ, അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ പോകാൻ വിചാരിക്കുന്നത് എന്തുവാ, സേവിങ് എ ലൈഫ്. നമുക്ക് ഒരു ഓറഞ്ച് ട്രീ ഉണ്ടായിരുന്നു. എടാ അത് ആര് നോക്കാണ്ടിരുന്ന് പാവം ഇടങ്ങേറായ സമയമുണ്ട്. അപ്പൊ ഒരു ചെറിയൊരു ഓറഞ്ച് മരം കൂടി മേടിച്ചത് ഇവളും പിന്നെ നമ്മള് വേറൊരു ഫ്രണ്ട്. അതിൽ ഫുൾ ഓറഞ്ചസ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ പോയിട്ട് പ്ലക്ക് ചെയ്യുക, തിന്നുക. മീൻസ് നല്ലൊരു രസമായിരുന്നു. പക്ഷേ നമുക്ക് ആർക്കും അങ്ങനെ വെള്ളം അധികം ഒഴിച്ച്, വെള്ളം അധികം നല്ല ആവശ്യത്തിന് ഒഴിച്ച് ശീലം ബിസി ആയതുകൊണ്ട് പറ്റിയിട്ടുണ്ടല്ലോ. അപ്പൊ അതൊരു മരണത്തിന്റെ വക്കിൽ നിന്ന് നമ്മൾ അതിനെ രക്ഷിക്കുകയാണ്. ആ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തത് വേറൊരു ഡേ ആയിരുന്നു. പക്ഷെ അതിന് അങ്ങനെ ഇൻട്രോ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ലെറ്റ് ദിസ് ബി ദ ഒഫീഷ്യൽ ഇൻട്രോ ഓഫ് സേവിങ് എ പ്ലാന്റ്. മരണവക്കിലുണ്ടായിരുന്ന ഒരു ചെടീനെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നം. ഓക്കെ, എന്തായിരുന്നു പരിപാടി? മണ്ണ് മാറ്റി. ഇതും അതുപോലെ തന്നെയാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് മണ്ണ് ആദ്യം ഇതിലേക്ക് തട്ടണം. എന്നിട്ട് നമ്മളെ മണ്ണ് യൂസ് ചെയ്തിട്ട് അത് വെള്ളമൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തിട്ടാണ് റീപോർട്ട് ചെയ്യേണ്ടത്. ഈ സാധനം ആദ്യം കളഞ്ഞാലോ? ചെയ്യല്ലേ, അങ്ങനെ ചെയ്യല്ലേ, അതിനെ ഉപദ്രവിക്കല്ലേ. ഇത്രത്തോളം നശിപ്പിച്ചു. നമ്മൾ ഇനി മണ്ണെടുക്കണം. അങ്ങനെ എടുക്കുക, പക്ഷെ വേരിന് തട്ടാതെ ആക്കണം. വേര് കളകരുതേ. മരത്തിന് അത്യാവശ്യം വേരുണ്ടാവില്ല. ഇത് ഈ മണ്ണിന്റെ ചകിരിയല്ലേ. ഓറഞ്ച് ഇളകി. ഓറഞ്ച് പിന്നെ പഴുത്ത ഓറഞ്ചല്ലേ പൂവില്. ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഈ പേര് തട്ടത് ഞാൻ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങനെയുള്ള ഇവന്റെ വാട്സപ്പിലാണ് ഏറ്റവും അത്യാവശ്യം നനവുണ്ട്. അതുകൊണ്ടാണത് കുറച്ചൊന്ന് തിരിച്ചു പോകുന്നത്. ഇത് ഇനി ഒന്ന് നനച്ചു കഴിഞ്ഞാ നമുക്ക് ഇനി ചെടി മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതില് ഇത് നോക്ക്, ഒരു സാധനം കണ്ട, ഒരു ബോള് പോലെ. അതാണ് ഞാനും ചിന്തിക്കുന്നത്. എന്താന്ന് അത് പൊട്ടി പോകുന്നുണ്ട്. എന്തിന്റെ മുട്ടയാണോ? വെള്ളം അത് പൊട്ടുമ്പോ ഫുൾ ഫ്രൂട്ട്സ് ഉണ്ടായതാ. പക്ഷെ ഫ്രൂട്ട്സ് ഇപ്പോഴും ഉണ്ട്, ഭയങ്കര ഡ്രൈ ആയി. ഇതെന്റെ ഫ്രണ്ട് യേശു സ്പോൺസർ ചെയ്തതാണ്. ഇതിൽ മറ്റേ ചാക്കോടൊക്കെ മിക്സ് ആകുന്നു. പക്ഷെ ഇതിന് തുളയുള്ളത് പാടില്ലെന്നാ അവള്. വെള്ളം നിക്കുന്ന ഇതല്ലല്ലോ, വെള്ളം നിക്കാത്തതായതുകൊണ്ട് ഒന്നരാണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അന്നൊരു പണി, ഒരു പേപ്പർ ഷീറ്റ് എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് ആദ്യം അടിയിലോക്ക്. അത് കാര്യമില്ല, കാര്യമുണ്ടോ? ആയിട്ടില്ല. അതും കുഴപ്പമില്ല. ഭയങ്കര ഹൈറ്റ് ആയി പോലെ. ഇനി അതിന്റെ ഉള്ളിലിടണോ? ഇനി സ്ഥലം ക്ലീൻ ആവട്ടെ ആദ്യം, എന്നിട്ട് ചെയ്യുമ്പോ അതിനൊരു ഭംഗി ഉണ്ടാവില്ലേ. ഇത് കർഷക സ്ത്രീയല്ലേ? കർഷക സ്ത്രീയാ? സ്ത്രീയല്ല, സ്ത്രീ. കർഷക സ്ത്രീയല്ലേ? അല്ലേ? അങ്ങനെയല്ലേ പറയാ? കർഷക സ്ത്രീ. കർഷക സ്ത്രീ അവാർഡാണ്. കർഷക സ്ത്രീ ആണെങ്കിൽ നിനക്കരിയും. ഞാൻ പറഞ്ഞ തെറ്റാ? കർഷക സ്ത്രീ. സ്ത്രീയാണോ? സ്ത്രീ.
കർഷകശ്രീ അതെ. ഈ ഒരു ബ്രാഞ്ച് ഫുൾ ഡ്രൈഡാ. എന്നാ കത്തി കട്ട് ചെയ്താൽ മതി. ഇവിടെ പിടിക്കണ്ടേ? പിടിച്ചതാണോ? അങ്ങനെ കുലുക്കിട്ട് ചെയ്യരുത്. ഇത് കൊള്ളട്ടെ. ഇതിന്റെ സൈസ് നോക്കി. നല്ലോണം അറിയുന്ന ആൾക്കാര് ഈ വീഡിയോ കാണുവാണെങ്കിൽ അവര് ശപിക്കും നമ്മളെ. അങ്ങനെയുള്ള അളിയന്മാർ ഈ വീഡിയോ കാണുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും ഒരാളും പ്ലാൻസ് റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ കാണരുത്. ഇത് നമ്മളുടെ എക്സ്പെരിമെന്റ് പ്രൊജക്റ്റ് ആണ്. വളരെ അധികം കാലമായിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കുറേ ചെടികളൊക്കെ നട്ട് അതൊക്കെ ജീവനോടെ വെക്കണം എന്ന്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് നമ്മളുടെ ചെടികൾ നമ്മൾ അതുപോലെ ആഗ്രഹത്ത് വാങ്ങിയിട്ട് അത് അങ്ങനത്തെ അല്ലെങ്കിൽ അതിനെ കാണിക്കും, അതിനെ കാണിച്ചുതരാം. അയ്യോ, ഇതൊരു ഓർക്കിഡ് ചെടിയായിരുന്നു. ഈ സ്നേഹം ഇതിന് കൊടുത്തിരുന്നെങ്കിൽ. വേരിൻ്റെ അകത്ത് നിന്ന് മണ്ണൊക്കെ ഇളക്കി മണ്ണ് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ടൈമിൽ തന്നെ പ്ലാന്റ്സിന്റെ ബ്രാഞ്ചസ് കട്ട് ചെയ്യണമായിരുന്നു. അതാകുമ്പോൾ ചെടി അങ്ങനെ അനങ്ങില്ലല്ലോ, ഇളകില്ലല്ലോ. പോട്ടിലേക്ക് റീപ്ലാന്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്ന സമയത്ത് റൂട്ട്സും സ്റ്റെംസും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇളകുമ്പോൾ അത് കുഴപ്പമില്ല. ഇന്ന് തന്നെ സോയിൽ മിക്സിങ്ങും എല്ലാം ഇന്ന് തന്നെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് ഇനി അത് ഇളക്കാൻ പാടില്ല. അപ്പം നിങ്ങൾ അഥവാ റീപ്ലാന്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ പോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്യാം. പക്ഷെ ഒരു സുന്ദര കുട്ടപ്പനായിട്ടുണ്ടല്ലേ. അച്ചോടാ കൊച്ചു കരയാണ്. 2 ഓറഞ്ച് കൊടുത്താലോ? കുളിപ്പിച്ചു കൊടുക്കാം ചെടികളെയൊക്കെ. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഫസ്റ്റ് കിട്ടിയപ്പോൾ. നല്ല കൊച്ചായിരുന്നു. ഹാർവെസ്റ്റ് ചെയ്ത പഴങ്ങളിൽ ഞാൻ ഒരു പഴം കച്ചവടമാക്കിയിട്ടുണ്ട്. ഐഷക്ക് ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു യാസിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചെടികളിൽ. ഹലോ, ഇതിപ്പം നമ്മളുടെ പ്ലാന്റ് വീഡിയോ ചെയ്തിട്ട് ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടുള്ള ഒരു അപ്ഡേഷൻ പോലെ കാണിക്കുന്നതാണ്. കാരണം നമ്മള് വലിയ കാര്യമായിട്ട് അറിഞ്ഞിട്ടൊന്നല്ല അന്ന് ചെയ്തതെങ്കിൽ കൂടി നമ്മൾ ഭയങ്കരമായിട്ട് ഹോപ്പ് ചെയ്തു നന്നായി വരാൻ വേണ്ടിയിട്ട്. സെറ്റപ്പ് ആവുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോവും. ഇപ്പൊ വീണ്ടും വീണ്ടും വീഡിയോസ് വരും. അതൊക്കെയായിരുന്നു പ്ലാൻ. കണ്ടിന്യൂ ചെയ്യണോന്നുള്ളത് അതിന്റെ കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നോക്കുമ്പോ ആകെ ഒരു ഓറഞ്ച് തന്നെ ഉള്ളൂ. കാരണം അത് അത്ര എന്താ പറയണ്ടേ ഡെഡ്ലി സിറ്റുവേഷനിൽ നിന്നാണ് ഇപ്പൊ ഇത്രയായത്. നിങ്ങൾക്ക് നമ്മൾ ചെയ്ത സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇപ്പൊ പുതിയതായിട്ട് വന്ന ലീവ്സ് ആണ്. ഈ ലീവ്സ് ഒക്കെ ഇപ്പൊ വന്നതാ. ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത വീഡിയോയുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് രേഷു. വിത്തൗട്ട് ഹെർ എനിക്ക് തോന്നുന്നില്ല അല്ലേ, നമുക്കൊന്നും അറിയില്ലായിരുന്നു. അവള് ഹെൽപ്പ് ചെയ്ത കേട്ടോ. കാരണം ഇങ്ങനെ ലീവ്സ് ഒക്കെ വന്നു പറഞ്ഞപ്പോ അവളും ഭയങ്കര ഹാപ്പി ആയി. കുറെ ചെടികൾ വാങ്ങാൻ തുടങ്ങി. അടുത്ത വീഡിയോ കാണാം. നമുക്ക് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഓവർലാപ്പ് ആയി പോകുന്നു സംസാരിക്കുന്നത്. സോ അത് ക്ഷമിക്കണം. ഓക്കേ, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പറയണല്ലേ, പറ. അല്ല, വീഡിയോ ഇഷ്ടപ്പെട്ട് അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. അതെ, ബൈ. ഞാൻ ഓക്കെ, ബൈ 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 ബൈ. ഫിനിറ്റോ.